നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. മലയാള പത്രങ്ങളിലോ മലയാള ടി വികളിലോ ഒന്നും തന്നെ വരാത്ത വാർത്തകളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഭീകരമായ അന്തരീക്ഷമാണ് പല രാജ്യങ്ങളിലും. ഇതൊന്നും തന്നെ മലയാള പത്രങ്ങളോ ടി വി ചാനലുകളോ നമ്മളെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവെ ഗൂഗിളിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ മിക്കവാറും ഈ ഫോറിൻ ന്യൂസുകളാണ് പ്രധാനമായിട്ട് ഞാൻ നോക്കുന്നത്. ലോക്കൽ ന്യൂസുകൾ പൊതുവെ നമ്മൾ നോക്കാറില്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 193 രാജ്യങ്ങളുണ്ട് ലോകത്ത്. അതിൽ 45 രാജ്യങ്ങളിലെ വിവരങ്ങൾ ഞാൻ ഒന്ന് സെർച്ച് ചെയ്തു, ഗൂഗിളിലും മറ്റേ യൂട്യൂബിലുമൊക്കെ. അപ്പോൾ സംഭവം വളരെ ഭയാനകമായിട്ടുള്ള സംഭവങ്ങളാണ് ഓരോന്നും ഞാൻ കണ്ടത്. അപ്പോൾ ഈ 193 രാജ്യങ്ങളിലെയും സംഭവങ്ങൾ ഞാൻ സെർച്ച് ചെയ്തില്ല. പക്ഷേ 45 രാജ്യങ്ങൾ, അതായത് പ്രശസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ മാത്രം ഞാൻ ചെക്ക് ചെയ്തു. ഈ ചെക്ക് ചെയ്ത മുഴുവൻ രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കലാപങ്ങളോ പ്രക്ഷോഭങ്ങളോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2-3 മണിക്കൂറിന് മുമ്പ് വന്ന ന്യൂസുകളുണ്ട്. അതുപോലെ തന്നെ 10 മണിക്കൂർ, 18 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂർ, അങ്ങനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകത്ത് നടന്ന സംഭവങ്ങൾ. അതായത് ഞാൻ സെർച്ച് ചെയ്ത ഇതാണ് റയറ്റ്സ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഇൻ US എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈവായിട്ടുള്ള മിക്കവാറും രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന അടിയും വഴക്കും ഒക്കെ കലാപങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ പറയുന്ന സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 45 രാജ്യങ്ങളുടെ പേര് വായിക്കാം. അതിൽ തന്നെ 3 രാജ്യങ്ങളിൽ കഴിഞ്ഞ 7 ദിവസത്തിനിടയ്ക്ക് ജനങ്ങൾ ക്ഷുഭിതരായിട്ട് 1-2 പേരല്ല, 10,000-20,000 പേരല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ 3 രാജ്യങ്ങളിൽ രാഷ്ട്രീയക്കാരെ തല്ലി ഓടിച്ചു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ജനക്കൂട്ടം ഈ രാഷ്ട്രീയക്കാരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന കാലമാണല്ലോ ഇപ്പോൾ. അതായത് ശ്രീലങ്കയിലും നേപ്പാളിലും നടന്നതുപോലുള്ള സംഭവങ്ങൾ 3 രാജ്യങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ആ രാജ്യങ്ങളുടെ പേരുകൾ വായിക്കാം. അറിയപ്പെടുന്ന രാജ്യങ്ങളുടെ ഏതാണ്ട് 45 രാജ്യങ്ങളുടെ ഞാൻ ചെക്ക് ചെയ്തു. ഈ 45 രാജ്യങ്ങളിലും കലാപങ്ങൾ, ഗവൺമെൻറ്റിനെതിരെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തന്നെ മലയാളി അറിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ പത്രങ്ങളോ ടി വിയോ ഒന്നും തന്നെ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ നമുക്കറിയാമല്ലോ, സ്വർണ്ണപ്പാളി, പിന്നെ ഇപ്പോഴും നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, ഇതൊക്കെയാണ് മലയാള പത്രങ്ങളുടെയും ടി വി ചാനലുകളുടെയൊക്കെ വാർത്തകൾ. അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടുന്നതുമായിട്ട് ബന്ധം, അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് പാവം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടത്തിക്കോളൂ, പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുന്നു. ഇത് ഞാനിപ്പോൾ വൈകിയാൽ 1,000 പേര് പോലും കാണത്തില്ല, പക്ഷേ ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു, അത്രമാത്രം. ആ രാജ്യങ്ങളുടെ പേരുകൾ ഞാൻ വായിക്കാം. അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം,
അമേരിക്ക, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന, ജപ്പാൻ, ജർമ്മനി, ഓക്കെ, ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യങ്ങളുടെ ഈ രാജ്യങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക. ഈ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ അങ്ങോട്ട് വായിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ താഴെ നിന്ന് മേളിലോട്ട് വായിക്കാം. ഓക്കെ, നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾ ഇതറിഞ്ഞില്ല. വളരെ സമാധാനപ്രിയരാണ് മലയാളികൾ. അത് സമാധാനം എന്താണെന്നറിയോ? പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്താ രാജ്യങ്ങളുടെ പേരുകൾ ഒന്ന് വായിക്കാം. ഇസ്രായേൽ യുദ്ധമുണ്ട്, അതുകൂടാതെ തന്നെ യുദ്ധത്തിനെതിരെ അവിടെ കലാപങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ, ഇറാൻ, ടർക്കി, റഷ്യ, യുക്രൈൻ, ഓസ്ട്രേലിയ, പോളണ്ട്, ഗ്രീസ്, അർജന്റീന, ബ്രസീൽ, നെതർലൻഡ്സ്, സ്പെയിൻ, ഇറ്റലി, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, ബെൽജിയം, പാകിസ്ഥാൻ, പെറു, ജോർജിയ, മൊറോക്കോ, മഡഗാസ്കർ, മെക്സിക്കോ, ന്യൂസിലൻഡ്, ഫിലിപ്പീൻസ്, പോർച്ചുഗൽ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, വെനിസുല, ലിബിയ, ലെബനൻ, അയർലൻഡ്, ഡെൻമാർക്ക്, ചെക്കോസ്ലവാക്യ, ക്രൊയേഷ്യ, കൊളംബിയ, ചിലി, കാനഡ, ബൾഗേറിയ, അഫ്ഗാനിസ്ഥാൻ. 45 രാജ്യങ്ങൾ. ഇത് മാത്രമേ ഞാൻ ചെക്ക് ചെയ്തുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേ. അപ്പോൾ ഞാൻ പറഞ്ഞ കള്ളമാണോ അല്ലയോ എന്ന് നിങ്ങൾ ഓരോ നിങ്ങളുടെ വീട്ടിൽ വരുത്തുന്ന പത്രം ഏതാണ്? അതിനകത്ത് ഈ 45 രാജ്യങ്ങളിൽ കലാപങ്ങൾ നടക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പണം കൊടുത്താണ് പത്രം വാങ്ങി വായിക്കുന്നതെങ്കിൽ ആ പണം നിങ്ങൾക്ക് വെറുതെ കിട്ടിയതല്ലെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനാണെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യണത്. അപ്പോൾ ഓരോരുത്തരുടെയും പത്രം എടുത്തിട്ട് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ പത്ര ഓഫീസറൊന്ന് വിളിക്കണം. അങ്ങനെ നമ്മളെ മലയാളികളെ അങ്ങ് വെറും മണ്ടന്മാരാക്കരുത്. ഓക്കെ, കുറച്ച് കടലാസും കുറച്ച് മഷിയും കുറേ മെഷീനും കുറേ പണവും ഉണ്ടെങ്കിൽ നാട്ടുകാരെ ഇതുപോലെ മണ്ടന്മാരാക്കുന്ന പരിപാടി നിർത്തണമെന്ന് നിങ്ങൾ തന്നെ പറയണമോ വേണ്ടതെന്നോ നിങ്ങൾ തീരുമാനിക്കാം. എന്തായാലും ഞാൻ എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും കലാപങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുകയാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. അതെല്ലാം തന്നെ അക്രമാസക്തമാവുകയും ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള കലാപങ്ങളുടെ ഒരു ഏകദേശ രൂപം മാത്രമാണ്. 45 രാജ്യങ്ങളുടെ കാര്യം മാത്രമേ ഞാൻ സെർച്ച് ചെയ്തുള്ളൂ. ബാക്കി ഏകദേശം 150 രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്തായാലും തൽക്കാലം മലയാളികൾ അറിയാത്ത വാർത്തകൾ എന്നും പറഞ്ഞൊരു പതുക്കെ ഒരു പങ്ക്തി തുടങ്ങിയാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ലോകം കലാപ കലുഷിതമാണ്. ലോക ജനത കലാപങ്ങളുടെ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അത് ഓരോ രാജ്യത്തും ഓരോ കാരണങ്ങളാണ്. എന്തായാലും അത് മലയാളികൾ ഒരാളറിഞ്ഞിട്ടില്ല. ഓക്കെ, അതറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.